കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ വലിയവനായ ദൈവത്തോട് പ്രഭാത സമയം യേശുവിനോട് ഒരുമിച്ച് ചെലവഴിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ സാവകാശത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന പ്രഭാത സമയം യേശുവിനോടൊപ്പം എന്നുള്ള ഈ ദൈവവചന സന്ദേശ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് നാം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയുന്നു, സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. നേരുള്ളവരുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ തന്നെ വെറുക്കുന്ന ഒരു യാഗവുമുണ്ട്. വ്യവസ്ഥ പ്രകാരമുള്ള യാഗം ദൈവത്തിന് പ്രസാദകരമാണ്. ദൈവവചന പ്രകാരമുള്ള യാഗം അതിന്ന് വിഭജനം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാ യാഗങ്ങളിലും, എല്ലാവരുടെ യാഗങ്ങളിലും ദൈവത്തിന് പ്രസാദമില്ല. പ്രത്യുത ദുഷ്ടന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നാൽ നേരുള്ളവരുടെ പ്രാർത്ഥനയിൽ ദൈവത്തിന് പ്രസാദമുണ്ട്. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ദൈവത്തോടടുത്തു വന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ പരിശുദ്ധാത്മാവിൽ നേരോടെ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണ്. നീ പ്രാർത്ഥിക്കുന്ന സമയത്തെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കെപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും സാധ്യമാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കും. എന്തിനാണ് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ ആവശ്യം? റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ, ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ഈ വചനം പറയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ദൈവവചനത്തിൽ അത് ദൈവത്തിന്റെ ഒരു കൽപ്പനയല്ലേ? അതെ, ദൈവ കൽപ്പനയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതും കൂടെ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും കൂടെയാണ് നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നത്, നാം പ്രാർത്ഥനയിലായിരിക്കുക എന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ശീലമാക്കേണ്ടതായിട്ടുണ്ട്.
ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ, ദൈവവചനപ്രകാരം സ്നാനപ്പെട്ട ഒരു ദൈവപൈതൽ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ, ദൈവവചനം വായിച്ച് ദൈവഹിതം മനസ്സിലാക്കി ആത്മാവിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ, ആ ദൈവപൈതൽ പ്രാർത്ഥന തന്റെ ജീവിതത്തിൽ ഒരു ശീലമാക്കുവാനായിട്ട് കഴിയണം. രക്ഷിക്കപ്പെട്ടു വരുന്ന ആദ്യകാല അനുഭവമുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ പുതിയ വിശ്വാസികൾ പ്രത്യേകിച്ച് അവർക്ക് എങ്ങനെയൊക്കെയാണ് ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു പക്ഷേ പല കാര്യങ്ങളിലും സംശയം തോന്നാം, അല്ലെങ്കിൽ ഉണ്ടാകാം. എന്നാൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് അറിയുവാൻ കഴിയട്ടെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അതൊരു ശീലമാക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവീൻ എന്നാണ്. ഒരു പ്രാർത്ഥന ശീലമാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അനുദിന ജീവിതത്തിൽ അത് ശീലമാക്കാം. ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യ സ്ഥാനമുണ്ടാകട്ടെ. അത് എന്നാലല്ലേ പ്രാർത്ഥന നമുക്കൊരു ശീലമാക്കുവാൻ കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, പല പല കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജോലി നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധ്യമല്ല. നാം നമ്മുടെ ജോലിക്ക് പോകണം. ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയ്ക്ക് വീട്ടിൽ ഒത്തിരി ജോലി ഉത്തരവാദിത്വങ്ങളുണ്ട്. പുറത്ത് ജോലിക്ക് പോകുന്ന സഹോദരിയാണെങ്കിൽ ജോലിക്ക് പോകണം, വീട്ടിലെ ജോലികൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ മാറ്റിവെക്കാനാകാത്ത വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ അത് മാറ്റിവെക്കുവാൻ കഴിയാത്ത ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് പഠിക്കുക എന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യമായിട്ടുള്ളതുണ്ട്. അതുപോലെ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാധാന്യമായിട്ടുള്ളതാകുകയും ജീവിതത്തിൽ അതൊരു ശീലമാക്കുകയും ചെയ്യണം. ഞാൻ ഇന്നലകളിൽ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് ഇന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തുടർമാന പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി ഇരിക്കുകയില്ല. പരീക്ഷയൊക്കെ അടുത്ത് വരുമ്പോഴും പഠിച്ച കാര്യങ്ങൾ അവർ വീണ്ടും പഠിക്കും. വീട്ടുജോലി ഞങ്ങൾ ഇന്നലെ ചെയ്തത് കൊണ്ട് ഇന്ന് ചെയ്യേണ്ട എന്നില്ല. വീട്ടുജോലിയും ദിനം ദിനം ഓരോ ദിവസങ്ങളിലും വീട്ടുജോലി ചെയ്യുന്നുണ്ട് അമ്മമാര്. ഞാൻ ഇന്നലകളിലൊക്കെ ജോലിക്ക് പോയതാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന് പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്നവരാരും വീട്ടിലിരിക്കുന്നില്ല. അവർ ദൈനംദിന ജീവിതത്തിൽ ജോലിക്ക് പോകുന്നു. അതൊരു ശീലമാക്കി തന്റെ ഉത്തരവാദിത്വമായി മാറുകയാണ്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നതും വിശ്വാസികളാകുന്ന നമ്മുടെ ജീവിതത്തിൽ അതൊരു ശീലമായി മാറണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ അത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞ ആ വചനത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും പ്രാർത്ഥനയോടെ യേശുവിനോട് ഒരുമിച്ച് കർത്താവായ യേശുവിലുള്ള കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ വിശ്വാസ ജീവിതം ഓരോ ദിവസങ്ങളിലും നമുക്കത് ആരംഭിക്കുവാൻ കഴിയട്ടെ. നാം എഴുന്നേറ്റ് നമ്മുടെ ദൈവമായിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ നൽകി തന്ന, നമ്മെ ഇന്നും തൻ്റെ കരങ്ങളിൽ വഹിച്ച് നടത്തുന്ന ആ കർത്താവായ യേശുവോട് ഒരുമിച്ചുള്ള ആ കൂട്ടായ്മയിൽ ദൈവത്തോട് ആശയവിനിമയം നടത്തി പ്രത്യുത പ്രാർത്ഥിച്ച് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് അനുഗ്രഹമാക്കാൻ സർവശക്തനായ ദൈവം നമ്മളോടൊപ്പം ഉണ്ട്.
നാം തനിച്ചല്ലല്ലോ, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി മാറണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രവൃത്തിയാണ്, നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. ഒരു പ്രവൃത്തിയാണ് അത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയായി. യേശു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതൊരു തുടർമാന പ്രവൃത്തിയാണ് പ്രാർത്ഥന. 2 വാക്കിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഉള്ള ഒന്നല്ലായിരുന്നു പ്രാർത്ഥന. തുടർമാനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന ഒരു ശീലമാക്കുന്ന ഒരു ദൈവവേദൽ ചെയ്യേണ്ടത് അധിക സമയങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നാം സമയങ്ങൾ വേർതിരിക്കുമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. യേശു പ്രാർത്ഥിച്ചതുപോലെ തുടർമാനമായി കുറെ സമയങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ ശീലം വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ നമുക്കൊരു ആത്മീക വളർച്ച ഉണ്ടാകുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. കുറേ സമയങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു പ്രാർത്ഥനാ ശീലം വളർത്തിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ സമയം ആരംഭമുണ്ട്, അവസാനമുണ്ട്. നാം തുടങ്ങുന്ന പ്രവൃത്തി, ആ കുറേ സമയങ്ങളിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് എടുക്കുന്ന തീരുമാനം, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ കുറെ സമയങ്ങളിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതൊരു ഹൃദയത്തിൽ സമർപ്പണ മനോഭാവത്തോടുകൂടെ കുറെ സമയങ്ങളിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ സമയങ്ങൾ വേർതിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയായി, കുറെ സമയങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവൃത്തിയായി, അതൊരു ശീലമായി വളർത്തിയെടുക്കാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ സമയമില്ല, കുറെ സമയങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമില്ല എന്നൊക്കെയുള്ള ജീവിതത്തിലെ പലവിധ തിരക്കുകളും ഒന്ന് മാറ്റിവെച്ച് കുറെ സമയങ്ങൾ ഇരുന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, സമയങ്ങൾ വേർതിരിക്കുവാൻ കഴിയട്ടെ. പ്രാർത്ഥിക്കുന്നവന് വലിയ മറുപടികൾ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കായി വലിയ മറുപടികൾ കാത്തിരിക്കുന്നു. വലിയ വലിയ അത്ഭുതങ്ങൾ, ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും നീ മുൻപോട്ട് പോകയില്ല എന്ന് പറയുന്ന ജീവിത സാഹചര്യത്തിൽ പോലും കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ കാണുകയും അസാധാരണമായ ജീവിത അത്ഭുതങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. കുറെ നേരം ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, സമയങ്ങൾ വേർതിരിക്കുവാൻ നമുക്കാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കതിനായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഇതുവരെയും അങ്ങനെ ചെയ്തില്ല എങ്കിൽ കുറെ സമയങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള സമയങ്ങൾ വേർതിരിക്കുക. അതൊരു അനുഗ്രഹമായിരിക്കും. ദൈവവചനം അങ്ങനെ പറയുന്നു, യേശു അങ്ങനെ ചെയ്തു. കുറെ സമയങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ്
തൻ്റെ ജീവിതത്തിൽ സമയങ്ങൾ കണ്ടെത്തി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവം പ്രസാദിക്കുന്നു. നേരുള്ളവരുടെ പ്രാർത്ഥനയോ ദൈവത്തിന് പ്രസാദം തന്നെ. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നു. കുറെ സമയങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലും ദൈവം പ്രസാദിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സമയങ്ങൾ നമുക്ക് ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിനായി സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥന ഒരു വലിയ ശീലമായി മാറാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവേ, പ്രാർത്ഥന ഒരു ശീലമായി മാറുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകള് ഹല്ലേലൂയ അങ്ങേക്ക് പ്രസാദകരമാണ് എന്നുള്ളത് കൊണ്ട് അധിക സമയം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ ബ്ലെസ്സിംഗ് ടൈം എന്ന ഈ ചാനലിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന ശീലമാക്കി ഞങ്ങൾ ഓരോരുത്തരും അധിക സമയം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായി നടത്തണമേ. വലിയ വലിയ വിജയങ്ങൾ കർത്താവ് നൽകി കൊടുക്കണമേ. വലിയ മറുപടികൾ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ സമയങ്ങൾ വാർതിരിച്ച് പ്രാർത്ഥിച്ചതിന്റെ മറുപടികൾ നിന്റെ മക്കൾക്കായി കാത്തിരിക്കുന്നുവല്ലോ. ആ വലിയ മറുപടികൾ ലഭിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തി യേശുവിലുള്ള കൂട്ടായ്മ അനുഗ്രഹമാക്കി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കും. എല്ലാ അത്ഭുതങ്ങൾക്കായിട്ട് നന്ദി. എല്ലാ നടത്തിപ്പുകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും പ്രഭാത സമയം, നമ്മുടെ ഇന്ത്യൻ സമയം 6 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലില് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ യേശുവിനോടൊപ്പം പ്രഭാത സമയം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെ ദൈവജന സന്ദേശങ്ങൾ കേൾക്കുകയും ഒരുമിച്ച് പ്രാർത്ഥനയിൽ സഹകരിക്കുവാനും കൂട്ടായ്മ പങ്കിടുവാനും കർത്താവ് നൽകിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം അനേകർക്ക് പ്രയോജനകരമാകാൻ നിങ്ങൾ ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.